തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അകത്തുള്ള ഗോസ്റ്റ് വില്ലയുടെ അടുത്താണ്. ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞാലല്ല, ഒരു പേപ്പറിൽ എഴുതി കാണിച്ചാൽ പേടിച്ച് ഓടുന്ന ഞാനാണ് ഗോസ്റ്റ് വില്ലയുടെ ഉള്ളിൽ നിൽക്കുന്നതും ഇനി അകത്ത് എന്തൊക്കെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ അഡ്വഞ്ചറും ഹൊററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ കുറച്ച് ധൈര്യം സംഭരിച്ച് നമുക്ക് പോയി നോക്കാം എന്നുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടുതൽ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഒരു ഹരം കളയുന്നില്ല. കൊച്ചുകുട്ടികൾ 8 വയസ്സിൽ കുറഞ്ഞ കുട്ടികൾ ഇതിനകത്ത് വരുന്നത് അത് പേരൻസിൻ്റെ തീരുമാനത്തിലേ ആവുള്ളൂ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പോയി എത്ര ഗോസ്റ്റ് ഉണ്ട്, ആരൊക്കെ വരും എന്നൊന്ന് നോക്കാം അല്ലേ? നോക്കാം. ഇരുളും വെളിച്ചവും കലർന്ന വഴികളിൽ കാത്തിരിക്കുന്നത് നെഞ്ചുടിപ്പേറ്റുന്ന അവിസ്മരണീയ കാഴ്ചകളുടെ ഹൊറർ എക്സ്പീരിയൻസ് ഗോസ്റ്റ് വില്ല. ഗോസ്റ്റ് വില്ലയിൽ കൂടെ പോയി ഗോസ്റ്റിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും പേടിയുള്ള ഞാൻ നല്ല ധൈര്യമായിട്ട് ഗോസ്റ്റ് വില്ലയ്ക്കകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഒട്ടും പേടിക്കാതെ സംശയിക്കാതെ ഈ ഹൊറിഫൈയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് അനുഭവിക്കാനായിട്ട് നേരിട്ട് വരിക. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഹാപ്പി എപ്പിസോഡ് കാട്ടിലൂടെയുള്ള ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള ജംഗിൾ സഫാരി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. പേര് പോലെ തന്നെ ജംഗിൾ സഫാരിയാണ്. കാട്ടിൻ്റെ അകത്തു കൂടെയുള്ള ഒരു യാത്ര. ഇവിടെ ഇനി അകത്തു പോകുമ്പോൾ എന്തെല്ലാം മൃഗങ്ങളാണ്, ഏതെല്ലാം പക്ഷികളാണ്, എന്തൊക്കെയാണ് എൻ്റെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നറിയില്ല. ചിലപ്പോൾ ഡൈനോസർ കാണും, ചിലപ്പോൾ പാമ്പ് കാണും, അനക്കോണ്ട കാണും, ചിമ്പാൻസി കാണും, എന്ത് വേണമെങ്കിലും കാണും. എന്തായാലും നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കാട്ടിൻ്റെ അകത്തു കൂടെ പോകണം. ഈ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസ് ഇല്ലേ, ഡൈനോസോർ അതുപോലെയുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ കണ്ട് മനസ്സിലാക്കണം, തൊട്ട് അതിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ജംഗിൾ സഫാരി എന്നുള്ളൊരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിനകത്ത് പോകാം. ടോട്ടലൊരു കാടിൻ്റെ ഒരു ഫീലാണ് ഇപ്പം എനിക്കകത്തുള്ളത്. നല്ല തണുപ്പും നല്ല ഇരുട്ടും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ കാടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണെന്ന്. കാടറിഞ്ഞുള്ള സാഹസിക സവാരിയായാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വനയാത്രയുടെ സന്തോഷം നിറയ്ക്കാം ജംഗിൾ സഫാരി. ജംഗിൾ സഫാരി കൂടി ഞാൻ പോയിട്ട് വന്നു. അത് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാട്ടിൽ പോകുന്ന ആ ജംഗിൾ സഫാരിയുടെ ആ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ വന്ന് തന്നെ കാണാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ലാൻഡിലേക്ക് വരിക, ഇവിടെയുള്ള ഗോസ്റ്റിനെയൊക്കെ കാണുക, ഇവിടെയുള്ള കാടിലൂടെയും മലയിലൂടെയും പുഴയിലൂടെയും ഒക്കെ കൂടി പോയി എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. This is Sukanya Jaram. We'll see you again with many more rides. Bye-bye.